അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഇന്ന് ആപ്പിളാന്നേ. എന്താ പരിപാടിന്നല്ലേ? വായോ പറഞ്ഞു തരാം. അപ്പം 2 ആപ്പിൾ എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ടൈം അവിടെ വെക്കാന്നേ. ഇതിലൊക്കെ എന്തൊക്കെ മരുന്ന് അടിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലാന്നേ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അരമുറി തേങ്ങ, കാന്താരി മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കടുക്. പിന്നെ മെയിൻ ഐറ്റം നമ്മളെ തൈര് എന്നേ ഇതാട്ടോ. തൈര് കൊടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങയും കാന്താരി മുളകും ഇഞ്ചിയും ആദ്യം നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഒന്ന് കടുകിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. പിന്നെ മുറിച്ച് വെച്ച ആപ്പിളിലേക്ക് കാന്താരി മുളക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാവേ. ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് എന്താക്കാം, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം പാകം നോക്കിയിട്ട്. എന്നിട്ട് ഇത് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങയും കാന്താരി മുളകും ഒക്കെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി വെന്ത് കുറുകി വരുമ്പോൾ ഞാൻ നന്നായിട്ട് ഇളകി കൊടുത്തിന്. ഇത് കുറുകി വരുമ്പം ഒന്ന് തണുക്കണം കേട്ടോ. ഇതിൽ നമ്മൾ മെയിൻ ഐറ്റം തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിപ്പം ഞാൻ വെന്തിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത്, ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തണിയുമ്പോൾ നമുക്ക് ഇത് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ, വെന്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. പച്ചടി ഉണ്ടാക്കാൻ ഇത്രയേ പണിയുള്ളൂ, വലിയ പണിയൊന്നുമില്ല കേട്ടോ. എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പച്ചടി ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇന്ന് ആപ്പിൾ കിട്ടിയപ്പോൾ ആപ്പിൾ പച്ചടി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് തണിഞ്ഞിട്ടുണ്ട്. തണിഞ്ഞതിൽ ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല തണിഞ്ഞ ശേഷം മാത്രം തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എടുത്ത് പറയുന്നത് അതാണ്. ഇനി നമുക്കിത് വറവിടാം. അപ്പം നമുക്ക് വറവിടാൻ വേണ്ടത് കൊണ്ടാട്ട മുളക്, വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പിലയാട്ടോ. കൊണ്ടാട്ട മുളകാണേ. അപ്പം നമുക്ക് എന്താക്കാം, ഒരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പം നമുക്ക് എന്താക്കാം, കടുക് ഇട്ട് കൊടുക്കുക. അപ്പം തീ കത്തുന്നില്ലാന്നേ, ഭയങ്കര പുകയാണ്. അതോ ഇത് വേഗം പറഞ്ഞു പോന്നേ. ഒന്നും വിചാരിക്കല്ലേ, എല്ലാവർക്കും വേഗം മനസ്സിലാവും. ചെറിയ വീഡിയോ അല്ലേ, എന്തിനധികം വലിച്ചു നീട്ടുന്നത്. ഇനി ഇതിൽ കൊണ്ടാട്ട മുളകും നമ്മളെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കറി റെഡിയായിന്നേ, അടിപൊളിയായിരിക്കുമേ. ഒരുപാട് വലിച്ച് സംസാരിച്ച് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് നീട്ടി ബോറടിപ്പിക്കുന്നില്ലാന്നേ. അപ്പോൾ ഇതാണ്ട് നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, പച്ചടി ആപ്പിളിൻ്റെ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം എന്തായാലും കേട്ടോ, പ്ലീസ്. അതേ പോവല്ല കേട്ടോ, ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ്. അതെ, ഇന്ന് വലിയൊരു സംഭവം നടന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം. ഈ തെങ്ങ് കണ്ടോ, ഏകദേശം 40 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ദേ പൂവിട്ടൂന്നേ, അതായത് തേങ്ങ ഉണ്ടാവാൻ പോവുക. ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് 14 വർഷമായി. ഇതിന് മുമ്പുള്ളവരിവിടെ 30 വർഷത്തിന് മേലെ താമസിച്ചു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന തെങ്ങാട്ടോ. പക്ഷെ അതിൽ നിന്ന് പൂവിട്ടുന്ന എല്ലാവരും എൻ്റെ അടുത്ത് അത് വെട്ടി മാറ്റാൻ പറഞ്ഞതാ. എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താന്ന്, മഞ്ഞ് പോയില്ലെന്നേ. നവംബർ 21, ഇപ്പോൾ ഇവിടെ നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ നല്ല തണുപ്പും മഞ്ഞും കേട്ടോ. ഞാൻ വീഡിയോ പെട്ടെന്ന് പോവല്ലേ എന്ന് പറഞ്ഞാൽ ആ തെങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ടോ. നല്ല മഞ്ഞും തണുപ്പും ഒക്കെ കേട്ടോ. എന്നാൽ ശരി, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എനിക്കത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി, അതാ കേട്ടോ. എന്നാൽ ശരി കേട്ടോ, അടുത്ത വീഡിയോ കാണാം.